السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ലോകത്ത് സാധാരണ എല്ലാവരെയും പല കാര്യങ്ങളിലേക്കും ബന്ധപ്പെടുത്തി പറയാറുണ്ട്, അറിയപ്പെടാറുമുണ്ട്. കൂടുതലായി ഏത് കാര്യത്തിലാണോ മനുഷ്യൻ ബന്ധപ്പെടുന്നത്, അവൻ്റെ ജോലിയാകട്ടെ, കച്ചവടമാകട്ടെ, മറ്റിതര മേഖലയാകട്ടെ, എവിടെയാണോ കൂടുതൽ മനുഷ്യൻ അവൻ്റെ സമയം ചെലവഴിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത്, ആ കാര്യത്തോട് ചേർത്ത് മനുഷ്യനെ അറിയപ്പെടാറുണ്ട്. ചിലരെ കച്ചവടക്കാരായി അറിയപ്പെടുന്നു, ചിലരെ ഉദ്യോഗസ്ഥരായി അറിയപ്പെടുന്നു, ചിലരെ ഡോക്ടറായി, ചിലരെ എൻജിനീയറായി, വക്കീലായി, ഡ്രൈവറായി, ഇങ്ങനെ പല മേഖലയിലും ചേർത്ത് മനുഷ്യൻ അറിയപ്പെടുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് പറയപ്പെടാറുമുണ്ട്. രണ്ട് നിലയിലുള്ള ബന്ധങ്ങളാണ് മനുഷ്യനുള്ളത്, നിസ്ബത്തുകളാണുള്ളത്. ഒന്ന്, മരണത്തിന് മുമ്പ് വരെ അറിയപ്പെടുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളുമായി പിന്നെ മരണം കഴിഞ്ഞാൽ പിന്നെ ബന്ധവുമില്ല. അവനെ ആ കാര്യത്തിലേക്ക് ചേർത്ത് പറയുന്നത് മരണം വരെയാണ്. ഇന്ന കച്ചവടക്കാരനാണ് എന്ന് ഒരു മനുഷ്യനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് മരണം വരെ അതിനെക്കുറിച്ച് പറച്ചിട്ടുള്ളൂ. മറ്റൊരു ബന്ധം അത് ദുന്യാവിലും ആ കാര്യത്തിലേക്ക് ചേർത്ത് പറയപ്പെടും, മരണം കഴിഞ്ഞാലും അവനെ അതിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യും. ദീനുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും അതവന് ദുന്യാവിലും ആഖിറത്തിലും നിലനിൽക്കുന്നതാണ്. ബാക്കി ഭൗതികമായ ഈ ലോകത്തെ കാര്യങ്ങളുമായി ചേർക്കപ്പെടുന്ന എല്ലാ ബന്ധങ്ങളും മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ മലക്കുകൾ വിളിച്ചു ചോദിക്കും, വിളിച്ചറിയിക്കപ്പെടും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്, ഇന്നി ജഅൽതു നസബ വ ജഅൽതും നസബ. മനുഷ്യരെ, ഞാൻ ചില ബന്ധങ്ങൾ, ചില നിസ്ബത്തുകൾ നിങ്ങൾക്ക് നൽകി, മഹത്വങ്ങൾ നൽകി. നിങ്ങൾ ചില കാര്യങ്ങളെ മഹത്വമായി കണ്ടു. എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വലിയ മഹത്വമായി കണ്ടതെല്ലാം ഇന്ന് താഴ്ന്നതായി പോകുന്നതാണ്. ഞാൻ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് മഹത്വമുണ്ടെന്ന് പറഞ്ഞത്, അതിനെ ബഹുമാനിക്കപ്പെടും, ആദരിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു തആല വിളിച്ച് ചോദിക്കും, ഐനൽ മുത്തഖൂൻ, ഐനൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ എവിടെയാണ്? നാളെ ആഖിറത്തിലും നമ്മളെ ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ ദീനുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ ആഖിറത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പല വിഭാഗങ്ങൾ, ഒരു പ്രധാനപ്പെട്ട വിഭാഗം
ദുന്യാവിൽ ഇൽമ നേടിയവരാണ്. പല കൂട്ടരെയും ബഹുമാനിക്കപ്പെടും ആഖിറത്തിൽ. ദീനിയായ പല ഉയർച്ചയുടെ പേരിലും ആഖിറത്തിൽ മനുഷ്യനെ വിളിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും, പ്രത്യേകമായ സ്വീകരണം നൽകപ്പെടും. അതിൽ ഏറ്റവും ഉന്നതമായ ഒരു വിഭാഗമാണ് ദുന്യാവിൽ ജീവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഇൽമ കരസ്ഥമാക്കിയവർ. ഐനൽ ഉലമാ, ദീനിൻ്റെ അറിവ് കരസ്ഥമാക്കിയവർ എവിടെ എന്ന് നാളെ ആഖിറത്തിൽ പ്രത്യേകമായി വിളിക്കപ്പെടുന്നൊരു വിഭാഗമാണ്. അവരെ പ്രത്യേകമായി സ്വീകരണം നൽകപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ശറയിൽ മനുഷ്യർ വരുമ്പോൾ ഉലമാക്കൾ അവർ പ്രത്യേകമായി സ്വീകരിക്കപ്പെടും. ആ സംഘത്തിൻ്റെ മുന്നിലുണ്ടാകുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും. എൻ്റെ സഹാബാക്കൽപ്പെട്ട മുആദ് അഅലമു ബി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ ആലിം മുആദാണ് എന്ന് തങ്ങൾ പറഞ്ഞ ആ മുആദ് റളിയല്ലാഹു തആല അൻഹു ഉലമാക്കളുടെ സംഘത്തിൻ്റെ ഏറ്റവും മുന്നിലുണ്ടാകും. ഇപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നിലനിൽക്കുന്ന നിസ്ബത്ത്, ബന്ധം, അതിൽ പ്രധാനപ്പെട്ടൊരു നിസ്ബത്താണ് ഇൽമിൻ്റെ പേരിലുള്ള നിസ്ബത്ത്. ഇൽമിൻ്റെ പേരിൽ മനുഷ്യന് കിട്ടുന്ന ബഹുമാനം അത് ദുനിയാവിലും ലഭിക്കും, നല്ല ആഖിറത്തിൽ ലഭിക്കും. കാരണം അല്ലാഹു തആല അടിമക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ നിഅമത്ത് അവൻ്റെ ദീനിൻ്റെ ഇൽമാണ്. കാരണം ഭൂമിയിൽ വന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ അമ്പിയാക്കളാണ്. എല്ലാ അമ്പിയാക്കൾക്കും നൽകിയ നിഅമത്ത് സമ്പത്തല്ല. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല സമ്പത്ത് നൽകിയില്ല. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു രാജാധികാരം നൽകിയില്ല. എന്നാൽ എല്ലാ നബിമാർക്കും നൽകിയൊരു നിഅമത്ത് ഇൽമ എന്നതാണ്. ഫലമ്മാ ബലഗ ശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. നബിമാരെ പറ്റി പറയുന്ന സ്ഥലത്തല്ല അല്ലാഹു തആല പറയുന്നത് ആതൈനാഹു ഹുക്മൻ വ ഇൽമ, ആതൈനാഹു ഇൽമ. നാം അവർക്ക് ഇൽമിനെ നൽകി, ഹിക്മത്തിനെ നൽകി. നബിമാർക്ക് അള്ളാഹു നൽകിയ നിഅമത്താണ് ഏറ്റവും ഉന്നതമായ നിഅമത്ത്. അള്ളാഹു നബിമാർക്ക് നൽകി അത് ഇൽമാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ മലക്കുകളുമായി ചേർത്ത് പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ. അള്ളാഹു തആല പറഞ്ഞു ഇലാഹ് അല്ലാഹു മാത്രമാണ്, അതിന് സാക്ഷികൾ വൽ മലായിക, മലക്കുകൾ അതിന് സാക്ഷിയാണ്. വ ഉലുൽ ഇൽം, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിന് മറ്റൊരു സാക്ഷി പണ്ഡിതന്മാരാണ്. ഈ ആയത്ത് വിശുദ്ധമായി ഖുർആന്റെ ഈ ആയത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ആയത്ത്. അതിൻ്റെ പേരിൽ ധാരാളം മലക്കുകളും ആയത്തുമായി ഭൂമിയിലേക്ക് ഇറങ്ങി. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് 360 ചെയ്യാൻ കാബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീഴുകയുണ്ടായി. അത്രയും ശക്തമായ ഒരു ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നു, അതിൽ അല്ലാഹു തആല പണ്ഡിതന്മാരുടെ മഹത്വം അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചു, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി, വഖുൽ റബ്ബി സിദ്നി ഇൽമ, ഇൽമ വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർദ്ധനവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ഏക വസ്തു ഇൽമിനെ കുറിച്ചാണ്. ഇൽമ വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങളോട് പറയുകയുണ്ടായി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളെല്ലാം ധാരാളമായി തങ്ങൾ അല്ലാഹുവിന്റെ ഇൽമിനെ ചോദിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, എല്ലാ ദിവസത്തിന്റെ പ്രഭാത ദുആകളിൽ തങ്ങൾ പതിവാക്കിയിരുന്ന പ്രഭാത ദുആകളിൽ തങ്ങൾ നിരന്തരമായി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, അല്ലാഹു നിന്നോട് ഞാൻ ഇൽമിനെ, പ്രയോജനം ചെയ്യുന്ന ഇൽമിനെ ചോദിക്കും. എല്ലാ ദിവസവും ദിവസത്തിന്റെ പ്രഭാതത്തിൽ തന്നെ തങ്ങൾ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ദുആ അറിവിനെ കുറിച്ചുള്ള ദുആയായിരുന്നു. അല്ലാഹു ഒരടിമക്ക് നൽകുന്ന നിഅമത്തിൽ ഏറ്റവും ഉന്നതമായ നിഅമത്താണ് അറിവ് ലഭിക്കുക എന്നുള്ളത്. ഒരടിമ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ദീൻ പഠിക്കുക എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അദ്ദേഹം പറഞ്ഞു, അൽ ഇൽം, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഇൽമ് പഠിക്കലാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, 3 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു ഇൽമ് പഠിക്കലാണ്. പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേശു, വൈഹക്, നിനക്ക് നാശം. ഇൽമ് അത് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം ഇൽമോട് കൂടി ചെയ്യുന്ന ഇബാദത്ത് അമൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പ്രയോജനം ചെയ്യും.
എന്നാൽ ഇൽമില്ലാതെ അവൻ ചെയ്യുന്ന ഇബാദത്ത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രയോജനം ചെയ്യുകയില്ല. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഇൽമെന്ന്. അവിടെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരാൾ അദ്ദേഹത്തിന് വിവരം ലഭിച്ചു അവൻ അടുത്ത സമയം മരണപ്പെടുമെന്ന്, 1-2 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുമെന്ന് ഒരാൾക്ക് വിവരം ലഭിച്ചാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഏത് അമലാണ് ചെയ്യേണ്ടത്? ഉലമാക്കൾ എഴുതി, അവൻ ചെയ്യേണ്ടത് ഉടൻ തന്നെ അവൻ ദീൻ ഇൽമു പഠിക്കാൻ പുറപ്പെട്ടു കൊള്ളട്ടെ, ആ വഴിയിൽ അവന്റെ മരണം സംഭവിക്കട്ടെ. അതാണ് ഒരു മനുഷ്യന് സാധിക്കുന്ന ഏറ്റവും ഉയർന്നമായ മാർഗം. ഒരു മനുഷ്യൻ മരണപ്പെടാൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ദീൻ പഠിക്കാൻ പുറപ്പെടുന്ന അവസ്ഥയിൽ മരണം സംഭവിക്കില്ല. കാരണം ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്, ഏറ്റവും ഉന്നതമായ ഇബാദത്താണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു ഖൈറുൻ മിനൽ മാൽ. ഇൽമ് എന്നുള്ളത് സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം അൽ ഇൽമു യഹ്രിസുക്, ഇൽമു നിന്നെ സൂക്ഷിക്കുന്നതാണ്, സമ്പത്തിനെ നീ സൂക്ഷിക്കേണ്ടതാണ്. 2, ഇൽമ് നീ ചെലവഴിച്ചാൽ അത് വർദ്ധിക്കും. നിന്റെ കയ്യിലുള്ള ഇൽമ് നീ ചെലവഴിച്ചാൽ അത് നിനക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സമ്പത്ത് നീ ചെലവഴിച്ചാൽ അത് നിന്നിൽ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇൽമ് അത് നബിമാരുടെ അനന്തര സ്വത്താണ്. സമ്പത്ത് അത് ഫിർഔനിന്റെയും അക്രമികളുടെയും അനന്തര സ്വത്താണ്. ഇൽമ് നിന്റെ മരണത്തിന് ശേഷവും നിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും. സമ്പത്ത് മരണത്തോടുകൂടി നീ ആ സമ്പത്തുമായുള്ള ബന്ധം മുറിഞ്ഞു പോകും, അത് നിന്റെ പിറകിലാകും. മരണത്തോടുകൂടി സമ്പത്ത് നിന്റെ പിറകിലാകും. എന്നാൽ ഇൽമ് നിന്റെ മരണത്തോടുകൂടി നിന്റെ കൂട്ടത്തിൽ നിന്നെയും കൊണ്ടത് യാത്ര ചെയ്യും. സമ്പന്നൻ അവന്റെ മരണത്തോടുകൂടി അവന്റെ സ്മരണയെല്ലാം അവസാനിക്കും, പിന്നെ അവനെ പറ്റി സ്മരണയില്ല, സംസാരമില്ല. എന്നാൽ ഒരു ആലിം, ദീൻ പഠിച്ചവൻ, അവന്റെ മരണശേഷവും അവനെപ്പറ്റി സ്മരിക്കപ്പെടും. ലോകത്തെ എത്ര വലിയ പണ്ഡിതന്മാർ, അവർ മരണപ്പെട്ടത് വർഷങ്ങളായി, പക്ഷെ ഇന്നും അവരെ സ്മരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ അവരുടെ പേരുകൾ, അവരുടെ ജീവിതങ്ങൾ സ്മരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു ഖൈറുൻ മിനൽ മാൽ. അതുകൊണ്ട് സമ്പത്തിനേക്കാൾ മഹത്വമുള്ളത് ദീനിന്റെ അറിവാണ്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം സമ്പത്ത് ലഭിച്ച, അധികാരം ലഭിച്ചൊരു നബിയാണ്. അല്ലാഹു തആല എല്ലാ നിലയിലുള്ള സമ്പത്തും നൽകി, അധികാരവും നൽകി. ലോകം അടക്കി ഭരിച്ച ഒരു നബിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാം അള്ളാഹു നൽകി. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നതും വാഴ്ത്തുന്നതും എന്നെ അള്ളാഹു സമ്പന്നനാക്കി എന്നതിന്റെ പേരിലോ, രാജാവാക്കി എന്ന പേര്, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാല അൽഹംദുലില്ലാഹ്. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും അള്ളാഹു ഇൽമ നൽകി. രണ്ടുപേരും അള്ളാഹുവിനെ സ്തുതിക്കാൻ, വഖാല അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ അങ്ങേറ്റം സ്തുതിക്കാൻ, അള്ളാഹു നീ ഞങ്ങൾക്ക് മഹത്വം നൽകി. അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ടല്ല, ഇൽമ കൊണ്ട് മഹത്വം നൽകി. അവർ മനസ്സിലാക്കി, അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തിൽ ഏറ്റവും വലുത് എനിക്ക് രാജാവാക്കിയത്, എന്നെ സമ്പത്ത് നൽകിയതല്ല, മറിച്ച് എന്നെ അള്ളാഹു ഇൽമ നൽകിയ വ്യക്തിയാക്കി. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ചു, അലിയെ, നീ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിനക്ക് ഞാൻ 5000 ആടുകളെ നൽകാം, അല്ലെങ്കിൽ 5 വചനങ്ങൾ പഠിപ്പിച്ചു തരാം. നിനക്ക് ആഗ്രഹമെങ്കിൽ 5000 ആടുകളെ നൽകാം, അല്ലെങ്കിൽ അല്ലിമുക ബിഖംസ് കലിമാത്തിൻ, 5 വചനങ്ങൾ പഠിപ്പിക്കാം. നിനക്ക് ഏതാണ് ആവശ്യം? അലി റളിയല്ലാഹു പറഞ്ഞു, നബിയെ, എനിക്ക് ആവശ്യം ഇൽമാണ് ആവശ്യം. അത് സമ്പത്തിനേക്കാൾ എത്ര മഹത്വമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ആ സമ്പത്ത് താങ്കൾ എനിക്ക് വേണ്ട, താങ്കൾ 5 വചനങ്ങൾ പഠിപ്പിക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വചനങ്ങൾ തങ്ങൾ ഇന്ന് കരസ്ഥമാക്കി വലിയൊരു സമ്പത്തിന്റെ ഓഹരി ഉപേക്ഷിച്ചു കളഞ്ഞു. ആ ഇൽമിന് വേണ്ടി തങ്ങൾ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. സഹാബാക്കൾ നമുക്ക് മാതൃകയാണ്. അവർ ഏറ്റവും വലിയ വസ്തുവായി മനസ്സിലാക്കി ദീനിന്റെ ഇൽമ് എന്നുള്ളത് അത് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്താണ്. അതിനേക്കാൾ ഉയർന്നൊരു സമ്പത്തില്ല. കാരണം അത് മനുഷ്യന്റെ ഹൃദയങ്ങളെ ജീവനുള്ളതാക്കും. അൽ ഇൽമു ഫീഹി ഹയാത്തുൽ ഖുലൂബ്. ഇൽമിലൂടെ മനുഷ്യന്റെ ഹൃദയം അത് ജീവനുള്ളതാകും, അത് സജീവമാകും. നിർജീവമായി പോയ ഹൃദയങ്ങൾ സജീവമാകും. കാരണം ഇൽമിന്റെ ഉപമ മഴ പോലെയാണ്. മസലു മാ ബഅസനി അല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, എന്നെ ഇൽമുമായി അയച്ച എൻ്റെ ഉപമ, ഇൽമിന്റെ ഉപമ കമസൽ ഗൈസ്, മഴ പോലെയാണ്. ഉണങ്ങി വരണ്ടുപോയ ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ ആ ഭൂമി സജീവമാകുന്നത് പോലെ
ഉണങ്ങി വരണ്ട് മൃഗതുല്യമായ മനുഷ്യൻ ഇൽമു കരസ്ഥമാക്കുമ്പോൾ അവൻ യഥാർത്ഥ മനുഷ്യനായി മാറും. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ലൗലൽ ഉലമാ ലകാന അന്നാസു കൽ ബഹായിം. പണ്ഡിതന്മാർ ലോകത്തുണ്ടായിരുന്നില്ല എങ്കിൽ മനുഷ്യരെല്ലാം മൃഗങ്ങളെ പോലെ ആയി പോകുമായിരുന്നു. മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റുന്നത് അറിവിലൂടെയാണ്, ഇൽമിലൂടെയാണ്. അഥവാ അത് ലഭിക്കുന്നില്ല എങ്കിൽ മനുഷ്യൻ മൃഗങ്ങളായി മാറും. അതുകൊണ്ടാണ് സഹാബാക്കളുടെ ജീവിതങ്ങൾ നോക്കിയാൽ കാണാം, സഹാബാക്കളുടെ മുഴുവൻ വിഭാഗവും, സഹാബാക്കളെ കുട്ടികൾ, അവരുടെ യുവാക്കൾ, അവരുടെ വൃദ്ധന്മാർ, അവരുടെ സ്ത്രീകൾ, എല്ലാവരും ദീനിന്റെ ഇൽമിനെയാണ് ഏറ്റവും വലുതായി കണ്ടത്. കുട്ടികളും അവരുടെ ചെറുപ്പത്തിൽ അവരുടെ മുന്നിൽ ഏറ്റവും വലുത് ഇൽമായിരുന്നു. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഞാൻ മദീനയിൽ വന്നു, യാത്ര ചെയ്ത് മദീനയിൽ വന്നു. അങ്ങനെ ഞാൻ മദീനയിൽ വന്നപ്പോൾ എൻ്റെ മൃഗത്തെ നോക്കാൻ വേണ്ടി ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ അവനെ ഏൽപ്പിച്ചു, ഞാൻ വരുന്നത് വരെ ഈ മൃഗത്തെ നീ നോക്കിക്കൊള്ളും, ഞാൻ അതിന് നിനക്ക് കൂലി നൽകാം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, മദീനയിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ മക്കൾപ്പെട്ട മകൻ, നിങ്ങളുടെ കൂലിയൊന്നും വേണ്ട, ഞാൻ ഇതിനെ നോക്കാം. നിങ്ങൾ എനിക്കൊരു ഹദീസ് പഠിപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ ഈ മൃഗത്തെ നോക്കാം. സഹാബാക്കൾ, മുൻഗാമികളുടെ ഖൈറുൽ ഖുറൂന്റെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ആഗ്രഹവും ചിന്തയും ഏറ്റവും വലുതായി കണ്ടതും ദീനിന്റെ അറിവിനെയാണ്. സഹാബാക്കൾ ഒരു കാലഘട്ടത്തിൽ യുവാക്കൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തായി കണ്ടത് ദീനിന്റെ അറിവിനെയാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ദിമഷ്കിലുള്ള സമയത്ത് ഒരു ചെറുപ്പക്കാരൻ യാത്ര ചെയ്ത് മദീനയിൽ നിന്നും യാത്ര ചെയ്ത് ദിമഷ്കിലെത്തി. ഇത്രയും ദൂരം യാത്ര ചെയ്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? എന്തെങ്കിലും കച്ചവട ആവശ്യത്തിന് വേണ്ടിയാണോ മദീനയിൽ നിന്നും ദിമഷ്ക് വരെ യാത്ര ചെയ്ത് വന്നത്? എന്തെങ്കിലും ബാഹ്യമായ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് പറഞ്ഞില്ല, ഒരാവശ്യത്തിന് വേണ്ടിയില്ല. പിന്നെന്തിനാണ്? നിങ്ങൾ അടുക്കൽ ഒരു ഹദീസ്, നേരിട്ട് നിങ്ങൾ നബിതങ്ങൾ കേട്ടൊരു ഹദീസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അത് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി മദീനയിൽ നിന്നും യാത്ര ചെയ്ത് ദിമഷ്ക് വരെ ഒരു കാലഘട്ടത്തിൽ മുൻഗാമികൾ. കുട്ടികൾക്ക് ഏറ്റവും വലിയ അവർക്ക് ഇൽമായിരുന്നു, യുവാക്കൾക്ക് ഏറ്റവും വലുത് ഇൽമായിരുന്നു, വൃദ്ധന്മാർക്കും പ്രായമായവർക്കും. ഖുബൈസ എന്ന് പറയുന്ന വൃദ്ധയായ ഒരു സ്ത്രീ തങ്ങളുടെ അടുക്കൽ വന്നു. നബിയോട് പറഞ്ഞു, നബിയെ നബിയെ, എൻ്റെ പ്രായമെല്ലാം വർദ്ധിച്ചു, എൻ്റെ എല്ലെല്ലാം നുരുമ്പിച്ചു, അതുകൊണ്ട് അല്ലാഹുവിന്റെ നബിയെ, എനിക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു ഇൽമ പഠിപ്പിച്ചു താ. ഈ പ്രായമായ അവസ്ഥയിൽ എനിക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഇൽമ തങ്ങളെ പഠിപ്പിച്ചു താ. പ്രായമായ അവസ്ഥയിൽ സ്ത്രീകൾ പോലും ഇൽമിന്റെ വിഷയത്തിൽ ആഗ്രഹമുള്ള വിലമതിക്കുന്നവരായിരുന്നു. ഉമ്മു മക്സൂം റളിയല്ലാഹു തആല അൻഹു കണ്ണു കാണാത്ത സഹാബി തങ്ങൾക്ക് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, നബിയെ, താങ്കൾക്ക് അല്ലാഹു പഠിപ്പിച്ച ഇൽമിനെ എനിക്ക് പഠിപ്പിച്ചു താ. കണ്ണു കാണാത്ത സഹാബി. സഹാബാക്കളായ സ്ത്രീകൾ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, പുരുഷന്മാർ തങ്ങളിൽ നിന്ന് ധാരാളം ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുന്നു, ഞങ്ങൾക്ക് ഒരു ദിവസം നിശ്ചയിച്ചു തരും ദീൻ കേൾക്കാൻ വേണ്ടി. അങ്ങനെ തങ്ങൾ ഒരു സ്ത്രീയുടെ വീട് നിശ്ചയിച്ചു, വ്യാഴാഴ്ച ദിവസവും നിശ്ചയിച്ചു. സഹാബാക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥ, എല്ലാ വിഭാഗം ജനങ്ങളും, മുസ്ലിമീങ്ങൾ, യുവാക്കൾ, യുവതികൾ, വൃദ്ധർ, കുട്ടികൾ, എല്ലാവർക്കും ദീനിന്റെ അറിവ് ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. ഇന്ന് നമ്മൾ സമ്പത്ത് 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 എന്ന് പറയുന്നത് പോലെ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ദീനിന്റെ അറിവിനെ ഏറ്റവും വലുതായി കണ്ടു. അവർ അത്യാഗ്രഹികൾ, ആഗ്രഹമുള്ളവരല്ല, അറിവിന്റെ വിഷയത്തിൽ അത്യാഗ്രഹികളായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പ്രായമായ അവസ്ഥയിലും ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല യാത്ര ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എത്ര നാളെങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യും? ഇത്രയും പ്രായമായല്ലോ, ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള യാത്രയിൽ ഒരു ക്ഷീണവുമില്ലല്ലോ, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഖബറിൽ പ്രവേശിക്കുന്നത് വരെ ദീൻ പഠിക്കുക തന്നെ ചെയ്യും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണസമയമായപ്പോൾ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുന്നു, എന്നെ കരയിപ്പിക്കുന്നു. ഒന്ന്, ശക്തമായ ചൂടുള്ള സമയത്ത് ആ നോമ്പെടുക്കുമ്പോഴുള്ള ആ രസം നഷ്ടപ്പെട്ടു പോകും എൻ്റെ മരണത്തോടു കൂടി. രണ്ട്, ഉലമാക്കളുടെ സദസ്സിലിരുന്ന് ദീനിന്റെ ഇൽമിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ രസം, അതും എനിക്ക് മരണത്തോടുകൂടി നഷ്ടപ്പെട്ടു പോകുമല്ലോ. അവർ ദീനിന്റെ കാര്യത്തിൽ അത്രയും ഇഷ്ടമുള്ളവരായിരുന്നു.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശകുനമുള്ള ദിവസമായി കാണുന്നത് എൻ്റെ അജല് തീരുകയും എന്നാൽ ഇൽമിൽ ഒരു വർധനവും ഉണ്ടാകാത്ത ദിവസമാണ്. എൻ്റെ ഒരു ദിവസം പൂർത്തിയായി, പക്ഷെ ഒരു കാര്യവും ദീനിൻ്റെ ഒരു അറിവും പുതുതായി സമ്പാദിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതാണ് എൻ്റെ ദിവസത്തിൽ ഏറ്റവും മോശമായ ദിവസം. ഏറ്റവും മോശമായ ദിവസം ഇൽമു വർദ്ധിക്കാത്ത ദിവസമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. എൻ്റെ ഉസ്താദ് കുറേ വർഷം ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആ ഉസ്താദിൻ്റെ കൂടെ കഴിഞ്ഞുകൂടി കുറച്ചു കൂടുതൽ ഇൽമു പഠിക്കാൻ സാധിക്കുമായിരുന്നല്ലോ. ഇത് മുൻഗാമികളുടെ ജീവിത ചരിത്രമാണ്. അവർ ദീനിന്റെ വിഷയത്തിൽ അവരുടെ ആഗ്രഹമാണ്, അവരുടെ അത്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും ഉന്നതരായി മാറിയത്, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായി മാറിയത്. ദീനിന്റെ അറിവിനെ ഏറ്റവും വലിയ സമ്പത്തായി മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ മുന്നിൽ പൈസ എത്ര വലിയ വസ്തുവായി മാറിയോ അതിനേക്കാൾ ഇരട്ടി, 100 കണക്കിന് ഇരട്ടി അവരുടെ മുന്നിൽ ദീനിന്റെ അറിവ് വിലയുള്ളതായിരുന്നു. അവർ അതിനുവേണ്ടി എന്തർപ്പണവും ചെയ്യുമായിരുന്നു. അത് മഹാന്മാർ പറയുമായിരുന്നു, ഒരാൾ ഷാമിന്റെ ഒരറ്റത്തു നിന്നും യമനിന്റെ മറ്റേ അറ്റം വരെ ഒരാൾ യാത്ര ചെയ്താൽ ഒരു കിലിമ, ദീനിന്റെ ഒരു കിലിമ പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്താലും ആ യാത്ര പാഴായതല്ല, അത് പ്രയോജനമുള്ളതാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഞാൻ ഏതെങ്കിലും ഖുർആൻ ഒരു ആയത്ത് മറന്നു പോവുകയും അത് ഓർമ്മപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ ഗർഖുൽ ഗമാദ് എന്ന സ്ഥലത്ത്, സമുദ്ര തീരത്തുള്ള അങ്ങേയറ്റത്തുള്ള സ്ഥലത്ത് അവിടെയുണ്ടെന്ന് അറിയുകയും ചെയ്താൽ ആ ഒരൊറ്റ ആയത്തിന് വേണ്ടി ഞാൻ അവിടെ വരെ യാത്ര ചെയ്യും. അവർ ഏറ്റവും വലുതായി കണ്ടത് ദീനിന്റെ അറിവിനെ ഏറ്റവും വലുതായി കാണുകയുണ്ടായി. ഇന്ന് ശൈത്താൻ എന്നെയും നമ്മളെയും വഞ്ചിച്ചു. ദീനിന്റെ അറിവ് അത് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, അത് വലിയ പഠിക്കാനൊന്നുമില്ല എന്ന ചിന്തയിലാണ്. സത്യത്തിൽ മനുഷ്യൻ എത്ര ആഴത്തിൽ ഇറങ്ങിയാലും പഠിച്ചു തീരാത്ത ഒരു മേഖലയാണ് ദീനിന്റെ അറിവെന്നുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഞാൻ വിചാരിക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ 70 ഒട്ടകം ചുമക്കാൻ സാധിക്കുന്ന അത്രയും വിശദീകരണം എനിക്ക് എഴുതാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ മാത്രം എനിക്ക് ഇത്രയും വിശദീകരണം എഴുതാൻ സാധിക്കും, 70 ഒട്ടകത്തിന് ചുമക്കാൻ സാധിക്കുന്ന അത്രയും വിശദീകരണം എഴുതാൻ സാധിക്കും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയുടെ ഇയ്യാക നഅ്ബുദു ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം 2 ഗ്രന്ഥങ്ങൾ എഴുതി. ഒരൊറ്റ ആയത്ത് അതിന്റെ പകുതി ഭാഗം അദ്ദേഹം വിശദീകരിച്ചു 2 ഗ്രന്ഥങ്ങളിലായി. ഇൽമ് ഇത്രയും വിശാലമാണ് ദീനിന്റെ ഇൽമ്. പക്ഷെ നാം എവിടെ നിൽക്കുകയാണ്? നാം എത്ര സമയം ദീനിന്റെ അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? അതുകൊണ്ട് ദീനിന്റെ ഇൽമ് എന്ന് ഉമ്മത്ത് അതിൽ പുറകിലേക്ക് മാറിയോ അന്ന് ഉമ്മത്തിന്റെ അധപ്പതനം ആരംഭിച്ചു. ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും കടുത്ത പാപം ജഹലാണ്, അറിവില്ലായ്മയാണ്. ഒരു സമൂഹം നശിക്കുന്നു എന്നതിന്റെ അടയാളം ആ സമൂഹത്തിൽ ജഹല്, അജ്ഞത വ്യാപിക്കലാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളം, ലോക അവസാനത്തിന്റെ അടയാളം ഇൽമ് കരസ്ഥമാക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ മരിക്കുക എന്നുള്ളതാണ്. ജഹല് ലോകത്ത് വ്യാപിക്കുക എന്നുള്ളതാണ്. അജ്ഞത വ്യാപിച്ചാൽ ഈ ലോകത്തിന്റെ നാശമാണ്, ഈ ഉമ്മത്തിന്റെ നാശമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദീനിന്റെ ഇൽമിനെ കരസ്ഥമാക്കണം. ഇനി അഥവാ പ്രായമായി നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ല, നമ്മുടെ പ്രായം കടന്നുപോയെങ്കിൽ നമുക്ക് വീണ്ടും അള്ളാഹു അവസരം നൽകി, നമ്മുടെ മക്കൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കരങ്ങൾ നമുക്ക് മക്കളെ തന്നു. ഇതൊരു നിഅമത്താണ്. ഇത് നിഅമത്തായി നിലനിൽക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു മകനെയെങ്കിലും ആലിമാക്കി. അള്ളാഹു നമുക്ക് മക്കളെ തന്നെങ്കിൽ അതിൽ ഒരാളെങ്കിലും, ഒരു വീട്ടിൽ ഒരാളെങ്കിലും ആലിമാകട്ടെ, ദീൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരാളുണ്ടാകട്ടെ. നമ്മുടെ മക്കളിൽ ഏറ്റവും ബുദ്ധിയും കഴിവുമുള്ള ആളെ ദീൻ പഠിക്കാൻ തിരഞ്ഞെടുക്കും. ശൈത്താൻ എന്നെയും നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്. ദീൻ പഠിച്ചാൽ മക്കളുടെ ഭാവി എന്താകും? അവൻ്റെ വരുമാനം എന്താകും? എൻ്റെ പ്രായമാകും എൻ്റെ മകനെ നോക്കണ്ടേ? അവന് വരുമാന മാർഗം വേണ്ടേ? ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല ദീൻ പഠിച്ചതിൻ്റെ പേരിൽ അവൻ പട്ടിണി കിടന്ന് മരിച്ച ചരിത്രം ലോകത്ത് എവിടെയും കാണാൻ സാധിക്കുകയില്ല. ശൈത്താന്റെ വഞ്ചനയാണ്. ലോകത്തെ ഏറ്റവും അന്തസ്സോടെ, അഭിമാനത്തോടെ, ഇസ്സത്തോടെ ജീവിക്കുന്നവർ ദീനിന്റെ ഇൽമ കരസ്ഥമാക്കിയവരാണ്. സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു അടിമയായിരുന്നു, ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു.
300 ദിർഹമിന് ഒരു സ്ത്രീ വാങ്ങിച്ചൊരു അടിമയായി. അദ്ദേഹം ദീൻ പഠിച്ചു. അദ്ദേഹം എത്ര ഉന്നതമായ സ്ഥാനത്ത്, അടിമയ അദ്ദേഹം എത്ര ഉന്നതമായ സ്ഥാനത്തെത്തി. ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, സാലിം ഉണ്ടായിരുന്നുവെങ്കിൽ 3ാമത്തെ ഖലീഫ ഞാൻ സാലിമിനെ ആക്കുമായിരുന്നു. ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിച്ചു. അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം ഒരു അടിമയായിരുന്നു, കറുത്ത മനുഷ്യനായിരുന്നു, മുടി ചുരുണ്ട ആളായിരുന്നു, പൊക്കം കുറഞ്ഞ ആളായിരുന്നു, തല ഒരു മുന്തിരി പോലെ വിരൂപനായ ആളായിരുന്നു. ഉലമാക്കൾ എഴുതി 7 or 8 ഐബുകൾ ആ വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷെ ദീൻ പഠിച്ചു. അദ്ദേഹം ഹിജാസിലെ, മക്കയിലെ പരിശുദ്ധമായ ഹറമിലെ അദ്ദേഹം ഖാദിയായി മാറി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ലോകം ഭരിച്ചിരുന്ന സുലൈമാൻ അബ്ദുൽ മലിക്, ഭൂമിയുടെ 2 ഭാഗം ഭരിച്ചിരുന്ന രാജാവ് സുലൈമാൻ അബ്ദുൽ മലിക് ഹജ്ജിന് വേണ്ടി വന്നു. അന്ന് ആ വർഷത്തിൽ ഹജ്ജിന്റെ ഖാദി അതാ റഹിമഹുള്ളയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ദീനിന്റെ വസ്തുതകൾ ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ രാജാവ് ജനങ്ങളെ മുറിച്ച് കടന്നു വരുന്ന കണ്ടപ്പോൾ പണ്ഡിതനായ അതാ റഹിമഹുള്ള പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കും, ഈ ആദ്യം വന്ന ആളുകൾ ചോദിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം നിങ്ങൾ വരും. രാജാവ് പറഞ്ഞു, തന്റെ മകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരും ഈ അടിമയുടെ മുന്നിലല്ലാതെ ഞാൻ ആരും നിന്നിനായിട്ടില്ല. ഒരാലിമിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്, രാജാക്കന്മാരെക്കാൾ വലിയ സ്ഥാനം. എന്നിട്ട് ആ രാജാവ് സുലൈമാൻ അബ്ദുൽ മലിക് തന്റെ മക്കളോട് പറഞ്ഞു, മോനെ, നിങ്ങൾ ദീനിന്റെ ഇൽമു പഠിച്ചുകൊള്ളീൻ. കാരണം ഷറഫും മഹത്വവും എല്ലാം ഇൽമിലൂടെ കരസ്ഥമാവുകയുള്ളൂ. രാജാധികാരത്തിലൂടെയോ സമ്പത്തിലൂടെയോ മഹത്വമോ ഇസ്സത്തോ കരസ്ഥമാവുകയില്ല. മഹത്വം, ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദീനിന്റെ അറിവ് പഠിച്ചുകൊള്ളി. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. മക്കൾ ആലിമായാൽ പട്ടിണിയായി പോകും, നമ്മുടെ കുടുംബം പട്ടിണിയാകും. തെറ്റിദ്ധരിക്കേണ്ട, ശൈത്താന്റെ വഞ്ചനയാണ്. ഒരിക്കൽ ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല തന്റെ മകൻ ആലിമായപ്പോതിനെ പേരിൽ അവൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി പോകും. അള്ളാഹു നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ളവനെ, കഴിവുള്ളവനെ ആലിമാക്കി ദുന്യാവിലും പ്രയോജനം ചെയ്യും, ആഖിറത്തിലും പ്രയോജനം ചെയ്യും. വെറും ഭൗതികമായ ഉയർച്ച മാത്രം ലക്ഷ്യമാക്കി മുസ്ലിം ഉമ്മത്ത് മക്കളെ പറഞ്ഞയച്ചാൽ ഇന്ന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭൗതികതയുടെ മാത്രം പിറകിൽ പോകുന്നതിന്റെ ഭവിഷ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു വലിയ പദ്യകാരുണ്ടായിരുന്നു, അക്ബർ അൽ അലഹബാദ്. അദ്ദേഹം പറയുമായിരുന്നു, മനുഷ്യനെ, ഒരു കുട്ടിയെ കൊന്നുകളയുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന മോശമായ പേരിനേക്കാൾ വലിയ അപകടം ഒരു കുട്ടിയുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പിതാവ്, അവൻ ഏറ്റവും വലിയ മോശമായ പേരുണ്ടാകുന്നത് അവന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതിലൂടെയാണ്. അഥവാ ദീനിന്റെ അറിവ് നൽകാതെ തന്റെ മകനെ ആത്മീയമായി നശിപ്പിക്കലാണ് ഏറ്റവും വലിയ മോശത്തരം. അവൻ പട്ടിണിക്കിട്ട് കൊന്നുകളയുന്നതിനേക്കാൾ വലിയ മോശത്തരം ആത്മീയത നൽകാതെ നശിപ്പിക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഥവാ ഫിർഔൻ, ഇന്നത്തെ ക്യാമ്പസുകൾ ഫിർഔൻ കണ്ടിരുന്നെങ്കിൽ 10,000 കുട്ടികളെ കൊന്ന ഫിർഔൻ ഒരു കുട്ടിയെ കൊല്ലാതെ മിസ്രിൽ ധാരാളം ഇന്നത്തെ ക്യാമ്പസുകൾ ആരംഭിക്കുമായിരുന്നു. അത് മതിയായിരുന്നു ആ സമൂഹത്തെ നശിപ്പിക്കാൻ. ഇന്നത്തെ ക്യാമ്പസുകളെ കുറിച്ച് ഫിർഔൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ആ കൊന്ന ഒരു കുട്ടിയെയും കൊല്ലാതെ മിസ്രിൽ ഫിർഔൻ ഇന്നത്തെ ക്യാമ്പസുകൾ ആരംഭിക്കുമായിരുന്നു. കാരണം അത് മതിയായിരുന്നു ആ സമൂഹത്തെ നശിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഭൗതികമായി ഉയരണം, അതോടൊപ്പം ദീനിന്റെ ഇൽമും കരസ്ഥമാക്കണം. അവരുടെ വലത്തെ കൈയിൽ ഖുർആനും ഇടത്തെ കൈയിൽ MBBS ആകട്ടെ, വലത്തെ കൈയിൽ ഖുർആനും അവർ അഡ്വക്കേറ്റുമാകട്ടെ, വക്കീലുമാകട്ടെ. അതില്ലാതെ വെറും ഭൗതികമായി മാത്രം നാം ലക്ഷ്യം വെച്ചാൽ തീർച്ചയായും നാം അവർ മനുഷ്യ കോലങ്ങൾ മാത്രമായിരിക്കും. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ, ഇൻസാൻ നഹി ഹേ ഇൻസാനോം കി ലാഷ് ഹേ, മനുഷ്യരല്ല, മനുഷ്യ കോലങ്ങൾ മാത്രമാണ്. ഉൻകി അഖൽ ബാരീഖ് ഹേ മഗർ ഉൻകി റൂഹ് താരീഖ് ഹേ, അവന്റെ ബാഹ്യമായി അവൻ ഭയങ്കര ബുദ്ധിയുള്ളവനാണ്, പക്ഷെ അവൻ റൂഹില്ലാത്ത മനുഷ്യനാണ്. നമ്മുടെ മക്കൾ അധികവും അങ്ങനെയാണ്, വെറും ശരീരമേ ഉള്ളൂ, അവർക്ക് ആത്മാവില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ എത്രയോ ഇന്നത്തെ നമ്മുടെ നാടുകളിൽ ദീൻ പഠിക്കാൻ സാധിക്കും, അവിടെ നിന്നുകൊണ്ട് ഭൗതികവും പഠിക്കാൻ സാധിക്കും. എത്ര നല്ല ക്യാമ്പസുകളാണ്. ദീനിന്റെ ഇൽമു പഠിക്കാൻ സാധിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് ആകാൻ സാധിക്കും, ഡോക്ടറാകാൻ സാധിക്കും. എത്രയോ നിഅമത്ത് നമ്മുടെ നാടുകളിൽ. അതുകൊണ്ട് നമ്മുടെ മക്കൾ അല്ലാഹു നൽകി സ്കൂൾ തുടങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് അല്ലാഹു നൽകി ഏതെങ്കിലും നല്ല മക്കളിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള മക്കളെ, ഏറ്റവും നല്ല കഴിവുള്ള മക്കളെ തിരഞ്ഞെടുത്ത് അറബി കോളേജുകൾ ധാരാളം നാടുകളിലുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കി അവിടെ നിന്ന് അവൻ ആലിമാകും, അവൻ ആലിമായ ഡോക്ടറാകും, അവൻ ആലിമായ വക്കീലാകും, അവൻ ആലിമായ എഞ്ചിനീയർ ആകും.
എല്ലാം സാധിക്കുന്ന സാഹചര്യം മുന്നിലുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും നാം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മളേക്ക് അവിടെ നഷ്ടമായി ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നമുക്ക് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുവാനും കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.